പൊതുയിടങ്ങളിൽ മാസ്ക് ധരിച്ചില്ലെങ്കിൽ ഇനി കേസില്ല. ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള നിയന്ത്രണം ഒഴിവാക്കും. കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, രണ്ടിലേറെ വർഷങ്ങളായുള്ള മാസ്ക് ധാരണത്തിനാണ് ഇപ്പോൾ ഒഴിവാകുന്നത്. മാസ്ക് ധരിക്കണം, പക്ഷേ അത് മാസ്ക് ഇല്ലെങ്കിൽ കേസുണ്ടാവുകയില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? 2005 ദുരന്ത നിവാരണ നിയമപ്രകാരമായിരുന്നു 2020 കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ മാസ്ക്, ആൾക്കൂട്ടമുണ്ടാകൽ തുടങ്ങിയവയെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. ഈ നിയന്ത്രണങ്ങൾ പാലിച്ചില്ല എങ്കിൽ നടപടിയെടുക്കാനും കേസെടുക്കാനും പിഴ ഈടാക്കാനും വകുപ്പുണ്ടായിരുന്നു. ഇതിൽ ദുരന്ത നിവാരണ വകുപ്പ് പ്രകാരം പിഴ ഈടാക്കാനും കേസെടുക്കാനുമുള്ള ഈ നിർദ്ദേശമാണ് ഇപ്പോൾ ഒഴിവാകുന്നത്. 2020 പുറത്തിറക്കിയ ഉത്തരവിന്റെ കാലാവധി ഈ മാസം 25 വരെയാണ്. അതിനുശേഷം ഇനി പുതുക്കേണ്ടതില്ല എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. ഇക്കാര്യം സംസ്ഥാനങ്ങളെ അറിയിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി കത്തയച്ചു. ഇനി സംസ്ഥാനങ്ങളാണ് ഇത് സംബന്ധിച്ച തീരുമാനം എടുക്കേണ്ടത്. സ്വാഭാവികമായി ഈ നിയമം, അതായത് പിഴ ചുമത്തേണ്ടതും കേസെടുക്കേണ്ടതും ഇല്ല എന്നുള്ള നിർദ്ദേശം സംസ്ഥാനങ്ങൾ അംഗീകരിക്കാൻ തന്നെയാണ് തീരുമാനം. അതേസമയം ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ, അതായത് ഇപ്പോൾ കോവിഡ് ഉള്ള ഒരാൾക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുകയാണ് അവർ മാസ്ക് ധരിക്കണം എന്നുള്ളത്. അത്തരത്തിൽ മാസ്ക് ധരിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചാൽ അവർ മാസ്ക് ധരിക്കണം. അതിൽ ഒരു ഇളവും ഉണ്ടാകില്ല. ക്വാറന്റൈൻ സംബന്ധിച്ച് ഇത്തരത്തിൽ രോഗം പകർന്നവർ 3 ദിവസം വീട്ടിൽ സമ്പർക്ക വിലക്കൽ കഴിയണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് നൽകുകയാണെങ്കിൽ അതും പാലിക്കണം. നിലവിൽ ഇത് സംബന്ധിച്ച് പാലിച്ചില്ല, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശമില്ലാത്ത ഒരാൾ മാസ്ക് ധരിച്ചില്ല എങ്കിൽ അവർക്ക് ഈടാക്കിയിരുന്ന കേസ്, പിഴ എന്നിവയാണ് ഒഴിവാകുന്നത്. ഉമേഷ്, ഇത് യഥാർത്ഥത്തിൽ സംസ്ഥാനത്ത് നിലവിൽ വന്ന് കഴിഞ്ഞോ, അല്ലെങ്കിൽ സംസ്ഥാന ആരോഗ്യവകുപ്പ് പ്രത്യേകമായിട്ട് അതിന് ഉത്തരവ് ഇടേണ്ടതുണ്ടോ? ഒപ്പം ഈ മാസ്ക് നിർബന്ധമല്ല, കേസുണ്ടാവുകയില്ല എന്ന തീരുമാനം വന്നതോടെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഒഴിവാക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ നമ്മൾ? സംസ്ഥാന ആരോഗ്യവകുപ്പല്ല ഉത്തരവിറക്കേണ്ടത്, ദുരന്ത നിവാരണ വകുപ്പാണ് ഉത്തരവിറക്കേണ്ടത്. ഇത്തരത്തിൽ കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് ഇനി ഇത് സംബന്ധിച്ച തീരുമാനം ദുരന്ത നിവാരണ വകുപ്പ് ഉത്തരവായി ഇറക്കും. അതായത് നേരത്തെ തന്നെ ദുരന്ത നിവാരണ വകുപ്പിന്റെ ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. ആ ഉത്തരവ് പ്രകാരം മാസ്ക് ധരിച്ചില്ല എങ്കിൽ പിഴ ഈടാക്കുന്നുണ്ട്. ഓരോ സ്ഥലത്തും, അതായത് തുറസായ സ്ഥലത്ത് പരിപാടി സംഘടിപ്പിച്ചാൽ എത്ര പേർക്ക് പങ്കെടുക്കണം, ക്ലോസ്ഡ്, അതായത് അടഞ്ഞ സ്ഥലത്ത് പരിപാടി സംഘടിപ്പിച്ചാൽ എത്ര പേർ പങ്കെടുക്കണം തുടങ്ങിയെല്ലാം കൃത്യമായ മാനദണ്ഡം ദുരന്ത നിവാരണ വകുപ്പ് പുറത്തിറക്കിയിരുന്നു. അത് മാറ്റിക്കൊണ്ട് പുതിയൊരു ഉത്തരവ് ഇനി ദുരന്ത നിവാരണ വകുപ്പ് പുറത്തിറക്കും. അതിൽ ആയിരിക്കും ഈ ശിക്ഷാ നടപടി എന്നുള്ളത് ഒഴിവാക്കുന്നത്. പക്ഷേ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ തന്നെ ഉത്തരവിൽ, ഈ കത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ, രോഗം പകരാതിരിക്കാനുള്ള ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നുള്ളത്. ഫലത്തിൽ ഇത് മാസ്ക് ധരിച്ചില്ല എങ്കിൽ പിഴ ഈടാക്കുക, കേസെടുക്കുക, അത്തരത്തിലുള്ള ശിക്ഷാ നടപടികൾ ഒഴിവാകുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ പ്രത്യേകത. എന്തായാലും നിർബന്ധിതമായി മാസ്ക് ധരിക്കേണ്ട സാഹചര്യം ഇനി ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നവർ ഒഴികെയുള്ളവർ. ശരി, നന്ദി ഉമേഷ്. വിവരങ്ങൾക്ക് ഏതായാലും മാസ്ക് ധരിക്കുക എന്നത് നിർബന്ധമല്ല, മാസ്ക് ധരിച്ചില്ലെങ്കിൽ കേസുണ്ടാവുകയില്ല. പക്ഷേ ഒരു പൗരബോധത്തിൻ്റെ ഭാഗമായിട്ട് കോവിഡ് സാഹചര്യങ്ങളുള്ള ആളുകൾ ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പൊതുസ്ഥലത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത്തരം ലക്ഷണങ്ങളൊക്കെ ഉള്ള ആളുകൾ നിർബന്ധമായിട്ടും മാസ്ക് ധരിക്കേണ്ടതാണ്. കൂടുതൽ വലിയ ആൾക്കൂട്ടങ്ങളിലേക്ക് പോകുമ്പോൾ അത്തരം ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ മാസ്ക് ധരിക്കുന്നത് തുടരുക തന്നെ വേണം എന്നായിരിക്കും ഒരുപക്ഷെ ആരോഗ്യവകുപ്പ് പറയുക. ദുരന്ത നിവാരണ വകുപ്പ് ഏതായാലും അല്പസമയത്തിനകം ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നുകൂടെ ഒരു ഉത്തരവ് ഉണ്ടാകും. എന്തായാലും ഇനി മുതൽ അങ്ങോട്ട് കോവിഡ് ഇല്ലാത്ത ആളുകൾ, അത്തരം ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ മാസ്ക് ധരിക്കാതിരിക്കുന്നത് പിഴയോ കേസോ ഉണ്ടാകുന്ന പ്രശ്നമല്ല.